എല്ലാവർക്കും നമസ്കാരം. ശാന്തതയുടെ ശബ്ദം എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ശബ്ദമലിനീകരണം തന്നെയാണ് വിഷയം. നമുക്കറിയാം, അനുവദനീയമായ പരിധികൾക്കും അപ്പുറം നമ്മുടെ നാട്ടിലെ നിയമങ്ങളെയും കോടതി ഉത്തരവുകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് നാടെങ്ങും ശബ്ദഭീകരന്മാർ പ്രകമ്പനം കൊള്ളിക്കുന്നു. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ മതസംഘടനകളും മതസ്ഥാപനങ്ങളും പാർട്ടികളുമൊക്കെ തന്നെയാണ്, നമ്മുടെ സമൂഹത്തിലെ പവർ ഗ്രൂപ്പുകൾ. അതുകൊണ്ട് തന്നെയാകാം നിയമപാലകരും പലപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കാറുണ്ട്. അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു പല നിയമ ലംഘനങ്ങളും. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു മാറ്റമല്ല. അതിന് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളും പ്രവൃത്തികളുമൊക്കെ ഉണ്ട്. ഇവിടെ ശബ്ദമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട നിയമവശങ്ങളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കില്ല എന്നതിലുപരി അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് പോലും ജനങ്ങൾക്കില്ല. ഈ രണ്ട് അവബോധവും പൊതുജനത്തിന് വളരെ കുറവാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് നമ്മോടൊപ്പം ഇവിടെ ഡോക്ടർ സി ജോൺ പണിക്കർ ഉള്ളത്. അദ്ദേഹം ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ENT സീനിയർ കൺസൾട്ടൻ്റാണ്. അതുപോലെ ENT ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു. IMAയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഈ പൂർവ്വ വിദ്യാർത്ഥി ഈ അസോസിയേഷൻ്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ IMAയുടെ തന്നെ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൗണ്ട് എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ്. അങ്ങനെ ഒട്ടേറെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട തിരക്കേറിയ അദ്ദേഹത്തിൻ്റെ കുറച്ച് സമയം നമുക്കായി ഇവിടെ നമ്മൾ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. സർ, ആദ്യമായി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നാം കേൾക്കുന്നത്? ഏറ്റവും ലളിതമായി അതിനുള്ള ഉത്തരം പറയാമോ? അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോടെല്ലാം ഉള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് മിസ്റ്റർ മനു രാഗേഷ്, ഇങ്ങനൊരു പ്രോഗ്രാം കൊട്ടാരക്കരയിൽ, ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, ഇവിടുന്ന് ഒരു പള്ളയമുള്ള എൻ്റെ വീട്, തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ മിനിസ്റ്റർ ബാലഗോപാൽ താമസിക്കുന്ന എൻ്റെ വീട്ടിലാണ്. ഞാനൊക്കെ കളിച്ചോളുന്ന സ്ഥലമാണിത്. ഇപ്പം ഇവിടെ ഇങ്ങനൊരു കെട്ടിടമൊക്കെ കണ്ടപ്പം ആക്ച്വലി ഐ വാസ് സർപ്രൈസ്ഡ്. നല്ലൊരു ഹോളും ഒക്കെ വന്നത് സന്തോഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗണ്ട് എന്താണ്? സൗണ്ട് അതൊരു പ്രഷർ വേവാണ്. പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ മർദ്ദം, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന ഒരു മർദ്ദം, അത് ഒരു തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ സൗണ്ട് എന്ന് പറയും. പക്ഷേ സൗണ്ട് നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രഷർ വേവിനെയും നമുക്ക് കേൾക്കാൻ ഒക്കത്തില്ല. അതിന് ഒരു പ്രത്യേകതരം ഫ്രീക്വൻസി വേണം, പ്രത്യേകതരം ലൗഡ്നെസ് വേണം. അപ്പോൾ അത് നമ്മൾ ഇതൊരു തരംഗമായിട്ട് സഞ്ചരിക്കുന്നതായതുകൊണ്ട്, അതായത് അത് ഈ മോളിക്യൂൾസ്, അതായത് ഇപ്പം വാക്വത്തിൽ കൂടെ ശബ്ദം പോകത്തില്ല. അത് കാരണം ഈ നമ്മുടെ മാറ്റർ ഉള്ളിടത്ത് മാത്രമേ, മാറ്ററിൽ കൂടെ മാത്രമേ ഈ പ്രഷർ വേവ് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വായുവിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പദാർത്ഥത്തിൽ കൂടെ സൗണ്ട് സഞ്ചരിക്കും. നേരെ മറിച്ച് നമുക്ക് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ സൗണ്ട് സഞ്ചരിക്കത്തില്ല, സൗണ്ട് ഇല്ല, കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ശബ്ദത്തിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ലൗഡ്നെസ്. അപ്പോൾ ഇതിനെ നമ്മളൊരു തരംഗ രൂപത്തിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ വേവിൻ്റെ ഹൈറ്റാണ് നമ്മുടെ ലൗഡ്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ശബ്ദത്തിൻ്റെ തീവ്രത കൂടുന്തോറും അതിൻ്റെ വേവ് മാർക്ക് ചെയ്യുന്ന വേവിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത് അതിൻ്റെ ഫ്രീക്വൻസി, ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ ഹിയറിംഗ് കപ്പാസിറ്റി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഏകദേശം ഒരു 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ നല്ല മാക്സിമം ഹിയറിംഗ് കപ്പാസിറ്റിയാണ്. അത് കഴിഞ്ഞാൽ സ്ലോലി നമ്മുടെ ഹിയറിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാന കാരണം നോയിസ് പൊല്യൂഷൻ തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല ഹിയറിംഗ് ഉള്ള സമയത്ത് നമുക്ക് ഒരു വ്യക്തിക്ക് കേൾക്കാവുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 20 മുതൽ 20,000 ഫ്രീക്വൻസി വരെയാണ്. അതായത് സൈക്കിൾസ് പെർ സെക്കൻഡ്, അത്രയും വേവുകളുണ്ട്.
പക്ഷേ പ്രായമാവും തോറും ഇതിൻ്റെ റേഞ്ച് കുറഞ്ഞു വരും. പലപ്പോഴും ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ ഒരു 8000-ന് മുകളിലുള്ള ഫ്രീക്വൻസി കേൾക്കാൻ പ്രയാസമാണ്. അതേപോലെ നമ്മുടെ ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലൗഡ്നെസ് കൂടുന്തോറും ആംപ്ലിറ്റ്യൂഡും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഈ പ്രഷർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രഷർ വേവാണ്. പ്രഷറിനെ അളക്കുന്നത് ഫിസിക്സിൽ ഇപ്പം പാസ്കൽ എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ നമ്മുടെ മെഡിസിനകത്ത്, പ്രത്യേകിച്ച് ഈ ഓഡിയോളജിയിൽ, ഡൈൻ പെർ സ്ക്വയർ സെൻറ്റിമീറ്ററാണ് പഴയ യൂണിറ്റാണ്. അപ്പോൾ അതിൽ നമ്മളിതിനെ ശരിക്കും പറഞ്ഞാൽ ഈ മെഡിസിനിൽ നമ്മൾ സൗണ്ടിൻ്റെ പവർ ഉപയോഗിക്കുന്നതിന് ഡെസിബെൽ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഡെസിബെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബെല്ലിൻ്റെ 10 ഡെസിബെൽ, ഡെസിമീറ്റർ, ഡെസിഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് ഈ 0 ഡെസിബിൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് ആദ്യം നമ്മൾ എടുക്കുക. അതൊരു ലോഗരിതമിക് വാല്യൂ ആണ്, ചുമ്മാ വെറുതെ ഒരു 0 അല്ലത്. അതായത് ഒരു ആരോഗ്യം ഉള്ള വ്യക്തി കേൾക്കുന്ന മിനിമം ശബ്ദം, അത് ആ സൗണ്ടിനെയാണ് ഈ 0 ഡെസിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആ സൗണ്ടിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0024 ഡൈൻ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ, ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ വരുന്ന പ്രഷർ 0.0024. അപ്പോൾ അതൊരു ലോഗരിതമിക് റേഷ്യോ ആണ്. അതിനെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് ഇപ്പം നമുക്കൊരു സൗണ്ട് ഇതേ വോള്യമുള്ള ഒരു ശബ്ദമായിട്ട് കമ്പയർ ചെയ്യുമ്പം ദ റേഷ്യോ ഈസ് 1. ഈ പറഞ്ഞ പ്രഷറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 1ൻ്റെ ലോഗരിതമിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0. 10⁻⁴ ആണ് 1. അപ്പം ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ 0 ഡെസിബിലുള്ള ശബ്ദത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 0.0024 ഡൈൻ പെർ സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. അപ്പം ഒരു പോയിൻ്റേ ഉള്ള 0.024 ഡൈൻ ആണെങ്കിൽ അതായത് മറ്റേൻ്റെ 10 ഇരട്ടി പവർ ഉള്ളതാണ്. അപ്പോൾ അതിൽ ദാറ്റ് മീൻസ് ദ റേഷ്യോ ഈസ് 10 ആണ്. 10ൻ്റെ ലോഗരിതമിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻1 ആണ്. അപ്പം അത് 1 എടുക്കുന്നത്. 1 എന്ന് പറയുന്നത് ബെല്ലാണ്. അതിനെ ഡെസിബിളാക്കുമ്പം 10 ആവും. അതായത് 10 ഡെസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡെസിബിളിൻ്റെ 10 ഇരട്ടി പവർഫുള്ളാണ്. 20 ഡെസിബിൾ എന്ന് പറയുന്നത് 20 ഇരട്ടിയല്ല, 10⁻2 ആണ്. അപ്പം 100 ഇരട്ടിയാണ്. 30 ഡെസിബിൾ 1000 ഇരട്ടി, 40 ഡെസിബിൾ 10,000 ഇരട്ടി, 50 ഡെസിബിൾ 1,00,000, 100 ഡെസിബിൾ എന്ന് പറയുന്നത് 100 കോടിയാണ്. അതായത് ഈ 0.0024 ഡൈൻ എന്ന് പറയാൻ കാരണം അതാണ് ഒരു ആരോഗ്യമുള്ള വ്യക്തി കേൾക്കാവുന്ന ഏറ്റവും മിനിമം ശബ്ദം. അപ്പം 100 ഡെസിബിളുള്ള ശബ്ദം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി കേൾക്കാവുന്ന മിനിമം ശബ്ദത്തിൻ്റെ 100 കോടി പവർഫുള്ളാണ് 100 ഡെസിബിൾ. 110 10,000 കോടി, 120 1,00,000 കോടിയാണ്. നമ്മുടെ ഇവിടുത്തെ ഫോണുകളൊക്കെ 110 ഡെസിബിലൊക്കെയാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ 10,000 കോടി പവർഫുൾ സൗണ്ടാണ് ഈ എയർ ഹോൺ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പം അതായത് നമ്മുടെ ലൗഡ്നെസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈബ്രേഷനാണ്. ഇത് നമ്മുടെ ഈ കാതിൻ്റെ ദ്വാരത്തിൽ കൂടി, അതിന് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, അത് ഡയഫ്രത്തിൽ ചെന്ന് തട്ടും. ഡയഫ്രത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാക്കും. ഡയഫ്രത്തിൽ നിന്ന് 3 ചെറിയ അസ്ഥികൾ അകത്തോട്ടുണ്ട്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഇത് ആന്തരിക കർണമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ആന്തരിക കർണത്തിനകത്തൊരു ബോണി ഷെല്ല് ഇങ്ങനെ കർവ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തൊരു ഫ്ലൂയിഡുണ്ട്. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് പെരിൻ ലിംഫ്. ആ ഫ്ലൂയിഡിൽ ഈ ഓസിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു പിസ്റ്റൺ പോലെ ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോണ് ഈ കോക്ലേക്കകത്ത്, അതിന് പറയുന്ന പേരാണ് കോക്ലേ, ഈ ആന്തരികരണം, അതിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കും. ഈ മൂവ്മെൻറ്റ് ഈ ഫ്ലൂയിഡിനകത്തൊരു വൈബ്രേഷൻ ഉണ്ടാക്കും. ഈ ഫ്ലൂയിഡിനകത്ത് നീളത്തിലൊരു മെംബ്രെയിൻ ഉണ്ട്, അതിന് ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. ഈ ബേസിലാർ മെംബ്രെയിനിൽ നീളത്തിലുള്ള നെർവ് സെല്ലുകളുണ്ട്, സ്പെഷ്യൽ നെർവ് സെൽ, അതിന് പറയുന്ന പേരാണ് ഹെയർ സെൽ. ആ സെല്ലുകൾക്ക് നീളത്തിലുള്ള രോമം കൂടെ ഉണ്ട്. ഈ രോമം കണക്ട് ചെയ്തേക്കുന്ന, മേളിലെല്ലാം കണക്ട് ചെയ്തേക്കുന്ന ഒരു ജെലാറ്റിൻ ലെയറിലാണ്. അപ്പം ഈ ബേസിലാർ മെമ്പർ നമ്മളൊരു കയറ് വലിച്ചു പിടിച്ചിട്ട് പൊക്കിയും താക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേവ് പോലെ പോവില്ലേ, അതേപോലെ ബേസിലാർ മെമ്പറിനെ ഒരു സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിലൊരു ഡിഫ്ലക്ഷൻ വരുമ്പോൾ അതൊരു വേവ് പോലെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോവും. ആ വേവിൽ വരുമ്പോൾ ഈ സെല്ലുകൾ ഇങ്ങനെ പൊങ്ങിയും താഴുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഹെയറും ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്യുന്ന മെക്കാനിസത്തിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ സെല്ലുകൾക്കകത്തുണ്ടാവും. ഈ ഇമ്പൾസിനെയാണ് തലച്ചോറിലോട്ട് ഓഡിറ്ററി കോട്ടക്സ്, നമ്മൾ തലച്ചോറിൻ്റെ ചെവിയുടെ മുകളിൽ ഈ ടെമ്പറൽ ലോബിലിരിക്കുന്ന ഏരിയ 41, 42 എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ചെത്തുമ്പോൾ ആ തലച്ചോറാണ് നമ്മുടെ ആക്ച്വലി ഹിയറിംഗ് നടത്തുന്നത്. കാത് ചെയ്യുന്നത്, ആന്തരികരണം ചെയ്യുന്നത്
ശരിക്കും ഈ സൗണ്ട് ഇമ്പൾസിനെ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ ഹിയറിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ ദി ടെമ്പറൽ ലോബ്. ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. സാർ പറഞ്ഞല്ലോ ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് ഡെസിബിൾ എന്ന് പറഞ്ഞു. 0 ഡെസിബിൾ എന്ന് പറഞ്ഞാൽ ശബ്ദം ഇല്ലാത്ത അവസ്ഥയല്ല, മനുഷ്യന് ആരോഗ്യകരമായ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദം, ഏറ്റവും നോയ്സ് ഫ്രീ, നല്ല സൗണ്ട് പ്രൂഫ് റൂമിൽ ഇരിക്കുമ്പോൾ. അതെ, സാധാരണ നമ്മൾ മനുഷ്യർ സംസാരിക്കുന്നതൊക്കെ ഒരു 30 മുതൽ 40 വരെ ഡെസിബിലൊക്കെ ആയിരിക്കാം. നമ്മുടെ നോർമലി ഇപ്പോൾ ഒരു ഹിയറിംഗ് ചെക്ക് ചെയ്യണമെങ്കിൽ, ഈവൻ നമ്മുടെ സാധാരണ ഇപ്പോൾ ഹിയറിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് പ്രൂഫ് റൂമിൽ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പോലും ടോട്ടലി സൗണ്ട് പ്രൂഫ് അല്ല. അതുകൊണ്ട് നമ്മളൊരു നോർമലി ഒരു 10 വയസ്സുള്ളൊരു കുട്ടിക്ക് ഏകദേശം നമ്മൾ ചെയ്യണമെങ്കിൽ അവരുടെ വാല്യൂ വരുന്നത് 10 ഡെസിബിലായിരിക്കും ആ കുട്ടി കേൾക്കുന്നത്. പക്ഷേ 100% നോയ്സ് ഫ്രീ ആണെങ്കിൽ അത് 0 ഡെസിബിൽ ആ കുട്ടി കേൾക്കും. പക്ഷേ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ ക്ലിനിക്കലി പ്രത്യേകിച്ച് ENT ഡോക്ടർമാരൊക്കെ നോക്കുന്നത് 20 ഡെസിബിൽ വരെ നോർമലായിട്ട് എടുക്കും. പക്ഷേ നമ്മളിപ്പം അതിൻ്റെ ഒരു വാല്യൂ പറയുകയാണെങ്കിൽ ഈ നമ്മളൊരു രഹസ്യം പറയുന്നത് 30 ഡെസിബിലാണ്. ഈ ഒരു കാറ്റടിച്ച് ഇല ഒക്കെ ചെയ്യുന്നത് 30 ഡെസിബിലാണ്. സാധാരണഗതിയിൽ ശബ്ദം അധികം ഇല്ലാത്തടത്ത് നമ്മൾ സംസാരിക്കുന്നത് 40 ഡെസിബിലിനും 50 ഡെസിബിലിനും ഇടയ്ക്കാണ്. പക്ഷേ ഒരു നോയ്സുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ സംസാരിക്കുന്നത് 50 ഡെസിബിലിനും 60 ഡെസിബിലിനും ഇടയ്ക്കാണ്. നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് നോർമലി 50നും 60നും ഇടയ്ക്കാണ്. പക്ഷേ വലിയ സൗണ്ടുള്ളിടത്ത് നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ 70 ഡെസിബിൽ വരെയൊക്കെ പോവാം. നമ്മുടെ ജെറ്റ് എൻജിൻ എന്ന് പറയുന്നത് 130 ഡെസിബിലാണ്. ഏത് സൗണ്ടും 120-ന് 120-30-ന് മേളിൽ പോവുകയാണെങ്കിൽ അത് പെയിൻഫുള്ളാണ്, കാതിന് പെയിൻഫുള്ളായിരിക്കും. യു കനോട്ട് ഹിയർ, ഇറ്റ് വിൽ റപ്ചർ ദ ടിമ്പാനി മെംബ്രെയിൻ. അത് വളരെ ഒത്തിരി ദോഷങ്ങൾ വരും. ഇപ്പോഴത്തെ നമ്മുടെ ഈ വെടിക്കെട്ടൊക്കെ ഉണ്ടല്ലോ, വെടിക്കെട്ട് ഞാൻ പൂറ്റിങ്ങൽ ആ വെടിക്കെട്ടിൻ്റെ സമയത്ത് നമ്മൾ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ. അപ്പോൾ അതിൽ കുറേ പേര് ഇൻ്റർവ്യൂയും ചെയ്തു. അപ്പം അതിൽ അവർ പറഞ്ഞത് ദർ ഈസ് എ ഗർഭം അലസിക്കുന്ന ഒരു അതിനെന്താ ഒരു പേരുണ്ട്, ഗർഭം കലക്കി. അതൊക്കെയാണെങ്കിൽ 150 ഡെസിബിലാണ്. പീരങ്കിയുടെ വെടി എന്ന് പറയുന്നത് 150 ഡെസിബിലാണ്. 130 മുതൽ 140 ഡെസിബിലാണ്. ഈ 10 അതിൻ്റെ 10 ഇരട്ടിയാണ് 150 ഡെസിബിൾ. 10 പീരങ്കികൾ ഒന്നിച്ച് വെടിവെച്ചിട്ട് 5 മീറ്റർ ദൂരെ നിന്ന് കൈയടിച്ച് കൊള്ളാമെന്ന് പറയുന്ന വിവരം കെട്ടവരാണ് നമ്മളെ മലയാളികൾ. ഇതാണ് പൂറ്റിങ്ങിൽ സംഭവിച്ചത്. എത്രയോ പേർക്ക് 100-110 പേര് മരിച്ചു. അത്രയും പേർക്ക് അതിനൊക്കെ വളരെ കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി ഉണ്ടായി. 1 കിലോമീറ്റർ ദൂരെയുള്ള കെട്ടിടങ്ങൾ വരെ ബിക്കോസ് ഓഫ് ദ പ്രഷർ പൊട്ടലുണ്ടായി. ഞങ്ങളതെല്ലാം പോയി കണ്ടതാണ്. ഗ്ലാസുകൾ പൊട്ടി. അപ്പോൾ ഹൗ മച്ച് യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഡാമേജ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഇൻ യുവർ ബോഡി. ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. എല്ലാം വെടിക്കെട്ടിൻ്റെയൊക്കെ കീഴിൽ നമ്മളെല്ലാം പോയി നിൽക്കുകയാണ്. പണ്ട് ഈ യൂറോപ്പിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതൊക്കെ ലേസർ ഷോയാണ് അവിടെ കൂടുതലും നടക്കുന്നത്. വെടിക്കെട്ട് പോലും അവർ ലേസറിലാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും ഇതൊക്കെ 1-1.5 കിലോമീറ്റർ ദൂരെ ആൾക്കാർ നിർത്തത്തുള്ളൂ. അവിടെ അതിനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിന്നിരിക്കാൻ സ്ഥലമില്ല. ഇത് പണ്ട് 50 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ പോപ്പുലേഷൻ്റെ 10-1 ഉള്ളായിരുന്നു. അതുപോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മുടെ അടുത്തൊരു ആരാധനാലയമുണ്ട്, അവിടെ ഉത്സവമായിരുന്നു. അത് രാത്രി 12 മണി വരെ വെടിക്കെട്ടായിരുന്നു. 11:30-12 മണി വരെ. അതാണ് അത് തുടങ്ങുന്നത് തന്നെ 10:30. ശരിക്കും പറഞ്ഞാൽ നിയമം അനുസരിച്ച് അത് 10 മണിക്ക് സർവ്വ നിർത്തണമെന്നാണ്. ഈ സാർ പറഞ്ഞത് ഈ വെടിക്കെട്ടിൻ്റെ കാര്യം അത് 110-120 ഡെസിബലിന് മുകളിലുള്ളത്. പക്ഷേ അതിലുമൊക്കെ വളരെ താഴെ ഈ 80 ഡെസിബലിന് മുകളിൽ ആണ് ലൗഡ് സ്പീക്കറുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 80 ഡെസിബലിനൊക്കെ മുകളിൽ തന്നെ മനുഷ്യൻ്റെ വളരെയധികം ചെവിക്ക് തകരാറുണ്ടാകില്ലേ, കേൾവിക്ക് കുഴപ്പമുണ്ടാകില്ലേ? ഞാൻ 2013 ഞാൻ ENTയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴാണ് നമ്മളൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങി. ബിക്കോസ് ഞങ്ങൾ ENT സർജൻസ് കഴിഞ്ഞ ദീർഘനാളായിട്ട്, ഞാൻ ഈ അടൂർ പത്തനാപുരം ഒക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ദീർഘനാൾ വർക്ക് ചെയ്തിരുന്നതാണ്. അന്നൊക്കെ നമുക്ക് കാണുന്ന ENT രോഗങ്ങളെന്ന് പറഞ്ഞാൽ കാതിൽ പഴുപ്പ്, അല്ലെ ടോൺസിലൈറ്റിസ്, അല്ലെങ്കിൽ മൈഗ്രെയിനോ തലവേന. അതൊക്കെ വളരെ കുറവാണ് അന്ന് മൈഗ്രെയിനൊക്കെ. ഇപ്പം മൈഗ്രെയിനൊക്കെ വളരെ കൂടി. അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. പക്ഷേ ഇപ്പോഴേ കഴിഞ്ഞ ഒരു 20 കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം ENT ഡോക്ടർമാർ കേരളത്തിലും ഈ നാഷണൽ ലെവലിലൊക്കെ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും പറയുന്ന അവർ കാണുന്ന ഈ ഡിസീസസ് വളരെ വളരെ ഡിഫറെൻ്റാണ്. ഇപ്പം സഡൻ ഹിയറിംഗ് ലോസ് വളരെയധികം ഉണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം. ക്രോണിക് ഹിയറിംഗ് ലോസ് വളരെ കൂടുതലാണ്. തലകറക്കം വളരെ വളരെ കൂടുതലാണ്. കാതിൽ എരപ്പും മുകളിലായിട്ട് വരുന്നവർ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചിൻ്റെ പ്രധാന കാരണം ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ള ശബ്ദമലിനീകരണത്തിൻ്റെ സൈഡ് എഫക്റ്റാണ്. അതാണ് ഒരു കാര്യം. പിന്നെ വേറെയും കാരണങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എല്ലാവരും ടെൻഷൻ,
ഉറക്കം എന്ന് പറയുന്നത് 8 മണിക്കൂർ മിനിമം ഉറങ്ങേണ്ടടുത്ത് 5 മണിക്കൂർ ഉറങ്ങാം ഇങ്ങാൽ മതി എന്ന് വിചാരിക്കുന്ന ഡോക്ടർമാർ വരെയുണ്ട്. ഈ ഉറക്കം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതിൻ്റെ സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസാണ് പ്രധാന കാരണം. അതിൽ ഏറ്റവും പ്രധാനങ്ങളിലൊന്ന് ഈ നോയ്സ്. നമ്മളിപ്പം നമ്മുടെ ഐ വാച്ച് ഉള്ളവർക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇതൊരു 50 ഡെസിബലുണ്ട്. അതാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഇനിഷ്യേറ്റീവിൻ്റെ പേര് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൗണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഡോക്ടർമാരുണ്ട്, IMAയുടെയും ENTയുടെയും ഡോക്ടർമാർ അതിൽ മെമ്പേഴ്സാണ്, അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ദർ ഈസ് എ കൺസെപ്റ്റ് കോൾഡ് സേഫ് സൗണ്ട്. അതുകൊണ്ടാണ് ആ പേരിട്ടത്. നമുക്ക് ശബ്ദം വേണ്ടെന്നല്ല. ഞാൻ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ ശബ്ദം വളരെയധികം പേർക്ക് ശബ്ദം അടപ്പമായിട്ട് വരുമ്പോൾ അവർക്ക് വോക്കൽ പോളിപ്സോ അതൊക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം ഈസ് എസെൻഷ്യൽ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ കേൾവിയൊക്കെയാണ്. അല്ലെങ്കിൽ മൃഗങ്ങളായിട്ട് നമുക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ ഗിഫ്റ്റ് ഫ്രം നേച്ചർ ഒരു മനുഷ്യന് ഞാൻ പറയും അത് നമ്മുടെ ഹിയറിങ് ആസ് വെൽ ആസ് ലാംഗ്വേജ്. അല്ലെങ്കിൽ മനുഷ്യനാവില്ല. പക്ഷേ എങ്കിൽ പോലും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സേഫ് സൗണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളുണ്ടാക്കിയത്. എന്താണ് സേഫ് സൗണ്ട്? ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ 55 ഡെസിബിളിന് മുകളിലുള്ള തുടർച്ചയായിട്ട് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. 55 ഡെസിബിൾ, അതായത് ഒരാൾ അടുത്തിരുന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. സംസാരിക്കുന്നത് 50 ഡെസിബിളിലാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഈവൻ അത് ലോങ് ഡ്യൂറേഷൻ്റെ കാര്യമാണ് പറയുന്നത്, 8-10 മണിക്കൂറിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈവൻ ഷോർട്ട് ഡ്യൂറേഷൻ 80 ഡെസിബിളിന് മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ഇത് എല്ലാവർക്കും 100 പേർക്കും സംഭവിക്കില്ല. കാരണം പുകവലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരണ നിയമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 99% രോഗങ്ങളിലും നമ്മുടെ ജനറ്റിക്സ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ജനറ്റിക് സസെപ്റ്റബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 80 ഡെസിബിളിന് മേളിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്നീ തളർ കുറേ അന്നേരം സംഭവിക്കണമെന്നില്ല. അന്ന് സംഭവിക്കണമെന്നില്ല. രാവിലെ ഒരു കല്യാണത്തിന് പോയി ഡും സൗണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞാൽ രാത്രി 14 മണിക്കൂർ കഴിഞ്ഞാലും പിന്നെ ഉറക്കം വരണമെന്നില്ല. സ്ലീപ്ലെസ്നെസ് അങ്ങനെ കുറേ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് സേഫ് സൗണ്ട് എന്ന് പറയുന്നത് ഐഡിയലി ഇറ്റ് ഷുഡ് ബി ബിലോ 55 ഡെസിബൽ. ആൻഡ് ഈവൻ ഷോർട്ട് പീരീഡ് നമുക്ക് മേ ബി ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ മാക്സിമം യു ക്യാൻ ഹിയർ അപ് ടു 80 ഡെസിബൽ. 80 ഡെസിബലിന് മുകളിൽ കേൾക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ദോഷകരമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കേൾവിക്കുറവുണ്ട്, അതിന് പ്രസ്ബിക്യൂസിസ് എന്നാണ് പറയുന്നത് അല്ലേ. ആക്ച്വലി പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കേൾവിക്കുറവും അതിലും ജനറ്റിക്സ് ഒരു ഭാഗമാണ്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് ദ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് വാട്ട് എവർ സൗണ്ട് യു ഹിയർ ഇൻ യുവർ ലൈഫ് ടൈം. നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് 90 വയസ്സിൽ കേൾവിക്കുറവ് വരണോ, പ്രായമാകുമ്പോൾ എന്തായാലും വരും, കുറേ പേർക്ക് വരും. അതോ 60 വയസ്സിൽ വരണോ, 40 വയസ്സിൽ വരണോ. ബിക്കോസ് ഇഫ് യു ആർ എക്സ്പോസ് ടു കണ്ടിന്യൂസ് സൗണ്ട് അവർക്ക് 35-40 വയസ്സിലേ കേൾവിക്കുറവ് ഞങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഈ ഡോക്ടർ മോഹൻ കാമേശ്വരൻ എന്ന് പറഞ്ഞൊരു വല്ല ഫേമസ് പത്മശ്രീയാണ്, പഴയ പത്മശ്രീ കിട്ടിയ ഒരു ENT ഡോക്ടറുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ചെന്നൈയിലാണ്. ഹീ ഡിഡ് എ സ്റ്റഡി ഓൺ കമ്പയർഡ് ഹിയറിംഗ് ഓഫ് ട്രൈബൽ പീപ്പിൾ ഇൻ നീലഗിരി ആസ് വെൽ ആസ് ഇൻ ചെന്നൈ. അപ്പം പുള്ളി പ്രസൻറ്റ് ചെയ്തതാണ്. അവർ ട്രൈബൽ പീപ്പിളിൽ 80 വയസ്സായാൽ പോലും അവർക്ക് ഹിയറിംഗ് പെർഫെക്റ്റാണ്. 80 നീലഗിരിയിലൊക്കെ ഉള്ളത്. കാരണം അതുകൊണ്ടാണ് അവർക്കൊക്കെ ഒരു പാമ്പ് ദൂരെ നിന്ന് പോയാൽ പോലും അവർക്ക് കേൾക്കാൻ പറ്റും, ആ സൗണ്ട് കിട്ടും. നേരെ മറിച്ച് അവർ ചെന്നൈയിലും മധുരയിലാണ് നടത്തിയത്. അതിൽ നടത്തിയതിനകത്ത് 40 വയസ്സിന് മുകളിലുള്ള 46% ഓഫ് ആൾക്കാർക്ക് പാർഷ്യലോ സിവിയർ ഹിയറിംഗ് ലോസ് ആയിരുന്നു. സോ ദിസ് ഈസ് ദി സയൻറ്റിഫിക് പ്രൂഫാണത്. അതെ. അപ്പോൾ ഈ 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം കേട്ടാൽ നമുക്ക് താൽക്കാലികമായ കേൾവിക്കുറവ് വരാം, അതായത് ചെവിയിലൊരു സ്തംഭനം പോലുള്ള അവസ്ഥയൊക്കെ വരാം. അത് തുടർച്ചയായിട്ടാണെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് തന്നെ അത്തരം അവസ്ഥയിലേക്ക് പോകാം. അതുപോലെ പ്രായമായ ആൾക്കാരിൽ വരുന്ന കേൾവിക്കുറവ് ഇപ്പം 40 വയസ്സ് മുതലേ കണ്ടു തുടങ്ങുന്നു അല്ലേ. ഈ 40 വയസ്സാരെന്ന് പറയുന്ന മൊബൈലിൽ കളിച്ച പാർട്ടികളല്ല, ഇപ്പോഴത്തെ 2 വയസ്സിൽ മൊബൈലിൽ കളിക്കുന്ന കുട്ടികളാണ്. അവർ 40 വയസ്സൊന്നും ആവേണ്ട. ഐ ക്യാൻ 100% ടെൽ യു 25 വയസ്സിനകത്ത് അവരെല്ലാം പാർഷ്യലി ഹിയറിംഗ് ലോസ് ആവും, യാതൊരു സംശയമില്ല. ഇയർഫോൺ അല്ലല്ലേ, മൊബൈലും ഇയർഫോണും ബോത്ത് ഇയർഫോൺ. അത് കുട്ടികൾ നമ്മുടെ വീട്ടിലെല്ലാം അതാണ്. 2-3 വയസ്സുള്ള കുട്ടികൾ മൊബൈലിലാണ് കളിക്കുന്നത്, എൻ്റെ വീട് ഉൾപ്പെടെ കേട്ടോ. അത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ദ സാഡ് പാർട്ട്. നമ്മുടെ കേൾവിക്ക് ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിൽ നമുക്കിവിടെ വ്യക്തമായ നിയമങ്ങളുണ്ട്. നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആക്ട് 2000 വന്നതാണ്. ഇതിപ്പം ഈ 2025 സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ ആക്ട് പ്രകാരം ശബ്ദ മലിനീകരണം, അതായത്
നമുക്ക് ഈ ബോക്സുകളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പോലീസിൻ്റെ അനുമതി വേണം. അതുപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ പറ്റൂ. അതായത് രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയ്ക്കുള്ള സമയം അത് രാത്രിയായിട്ടാണ് നിർവചിക്കുന്നത്. ഈ രാത്രി സമയത്ത് ഒരു തരത്തിലുള്ള ലൗഡ് സ്പീക്കറുകളും ഉച്ചഭാഷണികളും ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ അനുവദിക്കുന്നത് തന്നെ സ്ഥിരമായിട്ട് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അതുപോലെ തന്നെ സൈലൻറ്റ് സോണുകളുണ്ട്. സൈലൻറ്റ് സോണുകൾ എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, അതേപോലെ ആശുപത്രികൾ, കോടതികൾ, ആരാധനാലയങ്ങൾ, ഇത് 4 സൈലൻറ്റ് സോണുകളാണ്, നിശബ്ദ മേഖലകളാണ്. ഈ നിശബ്ദ മേഖലകളുടെ 100 മീറ്റർ പരിധിയിൽ ലൗഡ് സ്പീക്കർ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ. അതേപോലെ ഈ നിശബ്ദ മേഖലയിൽ തന്നെ പകൽ സമയത്ത് 50 ഡെസിബലിൽ കൂടുതൽ ശബ്ദം പാടില്ല, രാത്രി 40 ഡെസിബലിൽ കൂടുതൽ ശബ്ദം പാടില്ല. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ പകൽ സമയം 55 ഡെസിബലും രാത്രി 45 ഡെസിബലുമാണ് ശബ്ദത്തിൻ്റെ പരിധി. ഒരു കൊമേഴ്സ്യൽ ഏരിയ ആണെങ്കിൽ, അതായത് ഒരു ടൗണിലൊക്കെ ആണെങ്കിൽ അത് 65 ഡെസിബൽ, രാത്രി 55 ഡെസിബൽ വരെ പോകാം. ഒരു വ്യവസായ മേഖല ആണെങ്കിൽ അത് പകൽ 75 ഡെസിബലും രാത്രി 70 ഡെസിബൽ വരെയൊക്കെ എത്താം. നമ്മൾ നോക്കുക, ഇതൊക്കെയാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതാണോ നടക്കുന്നത്? ഈ നിയമപ്രകാരം എവിടെയെങ്കിലും പോലീസ് അല്ലെങ്കിൽ നിയമ അധികാരികൾ ഇതിൽ ഇടപെടുന്നുണ്ടോ? ഈ ശബ്ദം മലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയെ മാത്രമല്ല ബാധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെവിയല്ലാതെ മറ്റ് ശരീരത്തിൻ്റെ മറ്റെന്തെല്ലാം അവയവങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. പറയാം. അതിനു മുമ്പ് ഈ നിയമത്തെപ്പറ്റി പറയാം. 2000 എൻവയറമെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയാണ്. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്റ്റാണത്. നമ്മുടെ നോയ്സ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ നോയ്സ് റൂൾസാണ്. ഇപ്പം ഞാൻ ചീഫ് മിനിസ്റ്റർക്ക് എൻ്റെ പേഷ്യൻ്റാണ്. അദ്ദേഹത്തോടൊക്കെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സൗണ്ട് കേട്ടാൽ വലിയ പ്രശ്നമാണ്. ഹീ ട്രൈ ടു ഗീവ് ഒരു സെപ്പറേറ്റ് റൂളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അത് തൽക്കാലം വെച്ചിരിക്കുകയാണ്. അത് വേറെ പോട്ടെ. അപ്പം ഇതിൽ ഈ നോയ്സ് റൂൾസിനകത്ത് പറയുന്നതെല്ലാം പറഞ്ഞു. അതായത് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഗവൺമെൻറ് ഓഫീസുകൾ, കോടതികൾ, 5 സ്ഥലങ്ങളാണ് സൈലൻറ്റ് സോൺ. പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും ശബ്ദം ഉണ്ടാക്കുന്നത് ഈ ആരാധനാലയങ്ങളാണ്. അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ രണ്ടാമത്, ഇതിൽ നമ്മൾ ഈവൻ മാക്സിമം പറഞ്ഞിരിക്കുന്നത് ഒരു ഫാക്ടറിക്കകത്ത് 75 ഡെസിബലേ പാടുള്ളൂ. അതും വിത്ത് ഇയർ പ്രൊട്ടക്ഷൻ. എല്ലാവരും ഇയർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണമെന്നാണ്. അതൊന്നും ഇവിടെ ആരും ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയും. ആക്ച്വലി നമ്മുടെ കേരളത്തിലെങ്കിലും എയർ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നോയ്സ് പൊല്യൂഷനാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എയർ പൊല്യൂഷൻ. ഇവിടെ വേറെ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡോ ചപ്പിയവരൊന്നും ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇവിടെ ഫാക്ടറികളേ ഇല്ല കേരളത്തിൽ. മേ ബി ഉദ്യോഗമണ്ഡലം വല്ലതും കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അതില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്, ഒരു പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയാം. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾവി എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ സംഭവിക്കുന്നത്? ബ്രെയിനിലാണ്. ഇതൊരു ഫോം ഓഫ് എനർജിയാണ്. ഈ എനർജി മുഴുവൻ അവസാനിക്കുന്ന ബ്രെയിനിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഇയർ. നമുക്ക് പിന്നെ ഈ കാതിൻ്റെ കേൾവിക്കുറവെന്ന് പറയുന്നത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. തലച്ചോറിൽ സംഭവിക്കുന്ന ഡാമേജ് യു കനോട്ട് മെഷർ. ആക്ച്വലി ഇവിടെ നടക്കുന്ന നെർവ് സെല്ല് ഡാമേജ് കാതിനകത്ത് നടക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതൽ നെർവ് സെൽ ഡാമേജ് തലച്ചോറിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് തിരിച്ചറിയാത്തതിന് കാരണം മില്യൺസ് ഓഫ് സെല്ലുകൾ ബ്രെയിനിനകത്തുണ്ട്. ഇവിടെ അതിനകത്ത് കൂടിപ്പോയ ഒരു 20,000 താഴെയുള്ള ഹെയർ സെല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കാതിൻ്റെ കാര്യം നമുക്ക് അറിയുന്നത്. പക്ഷേ ആക്ച്വൽ ഡാമേജ് പ്രധാനമായിട്ടും നടക്കുന്ന തലച്ചോറിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അമിതമായ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങണമെന്നില്ല. നമ്മളെ മനസ്സിലാക്കത്തില്ല. രാവിലെ 10 മണിക്ക് പോയി ഒരു കല്യാണം അറ്റൻഡ് ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റാണ് രാത്രി ഉറക്കം വരാത്തത്. പലപ്പോഴും കണ്ണുമിഴിച്ച് ചില ദിവസങ്ങളിൽ കിടക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരുത്തം വന്ന് എയർ ഹോൺ കാതിൻ്റെ അടുത്ത് അടിച്ചിട്ട് പോയതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഇത് ആക്ച്വലി തലച്ചോറിൽ ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ടും ഇത് ടെൻഷൻ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും സ്ട്രെസ്സാണ് സർവ്വ രോഗങ്ങളുടെയും പ്രധാന കാരണം, അതർ ദാൻ ജെനറ്റിക്സ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, എല്ലും തൊല്ലിയുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്താണ്? ബേസിക്കലി സ്ട്രെസ്സാണ്. മനസ്സിലല്ലേ? ആൻഡ് നോട്ട് ഇനഫ് സ്ലീപ്പ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഡോക്ടർമാരൊക്കെ പറയാം കൊളസ്ട്രോൾ ചപ്പി പറഞ്ഞത്. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ആക്ച്വലി ദ നമ്പർ 1 റീസൺ ഫോർ എനി ഡിസീസ് അത് ഈ സ്ട്രെസ് ആസ് വെൽ ആസ് ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പാണ്. അത് നമ്മളിപ്പോഴേ ടേക്ക് കെയർ ആണ്. ആ സ്ട്രെസ്സിലെ ഒരു ഈ നോയ്സ് ഓൾസോ ഈസ് വർക്കിംഗ് ത്രൂ ഇൻക്രീസിങ് യുവർ സ്ട്രെസ്. കാരണം സ്ട്രെസ്സ് ബ്രെയിനിൻ്റെ കോർട്ടെക്സിലെ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടെക്സ് അത് ഹൈപ്പോതലാമസിലോട്ട് അതിൻ്റെ
സ്റ്റിമുലേഷൻ കൊടുക്കും. ഹൈപ്പോതലാമസ് ആണ് നമ്മളെ ഹോർമോണിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹോർമോൺ കൺട്രോൾ ചെയ്യുമ്പോൾ ഹോർമോണിന് ഇൻക്ലൂഡിങ് പിറ്റ്യൂട്ടറി, ആ ഹോർമോണിനകത്ത് വരുന്ന സ്ട്രെസ് ഹോർമോണുണ്ട്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ അഡ്രിനലിൻ, നോർ അഡ്രിനലിൻ, ഇതെല്ലാം സ്ട്രെസ് ഹോർമോൺസാണ്. അത് നമുക്ക് ആവശ്യത്തിന് വേണം. ഒരുത്തനെ ഇപ്പോൾ ഒരു പട്ടി അടിക്കാൻ വരുമ്പോൾ ഓടണമെങ്കിൽ ഈ അഡ്രിനലിനുണ്ടെങ്കിൽ ഓടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാല് ചലിക്കത്തില്ല. പക്ഷേ ഇത് എപ്പോഴും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചറസ് ഓൾസോ. സോ ആക്ച്വലി ശബ്ദം അമിതമായിട്ട് തലച്ചോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടും, അഡ്രിനലിൻ കൂടും, കോർട്ടിസോൾ കൂടും. ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഹാർട്ട് റേറ്റ് കൂടും. നിങ്ങളൊരു ലൗഡ് സ്പീക്കറിൻ്റെ കീഴിൽ പോയി നിൽക്കട്ടെ, പടപടാന്ന് നെഞ്ചിടിക്കുന്ന അനുഭവപ്പെട്ട് കാണും. അതിൻ്റെ കാരണം യുവർ ഹാർട്ട് റേറ്റ് ഈസ് ഇൻക്രീസിങ്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അഡ്രിനലിൻ കൂടിക്കഴിഞ്ഞാൽ, കോർട്ടിസോളും കൂടിയാൽ ഡയബറ്റിക് പേഷ്യൻസിൽ ബ്ലഡ് ഷുഗർ കൂടും. ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുതലുള്ളവർക്ക് പ്രഷർ കൂടും. അതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അതുകൂടാതെ ഇത് ഈവൻ ഒരു ഹാർട്ടിൻ്റെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ള വ്യക്തിക്ക് അത് മതി. അത് എൻ്റെ തന്നെ അടുത്ത് മുട്ടടയിൽ ഒരു ആൻറ്റിക്ക് അതുപോലെ സംഭവിച്ചു. അവിടെ മുട്ടടയിൽ ഒരു ഉത്സവത്തിന് കൊണ്ട് മൈക്കൊക്കെ വെച്ച് അന്ന് രാത്രി അവർ കുറേ കംപ്ലൈൻറ്റൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദാറ്റ് നൈറ്റ് ഹീ ഡെവലപ്ഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സോ എനിക്കറിയാം വേറൊരു കവടിയാറിൽ എന്നോട് കളക്ടർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ അല്ല ബിജു പ്രഭാകർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് താമസിക്കുന്ന കവടിയാറിലിരിക്കുന്ന ഒരാളെ, ഒരു പ്രായമുള്ള ഒരാളാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ അവിടെ ഉത്സവം വരുമ്പോൾ ഈസ് ഓൾസോ ഹിന്ദു, പക്ഷേ ഹീ വിൽ മൂവ് ടു എ ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, പുള്ളിക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല. അതാണ്. അപ്പം സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നു, ബ്രെയിനിനെ ഉണ്ടാകും. ഇതെല്ലാം കൂടാതെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞു, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്യാൻസർ പോലും സർവ്വരോഗങ്ങളും ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കോവിഡ് വരുമ്പോൾ 85% പേർക്ക് ഒരു സിംറ്റം പോലും കാണത്തില്ല. 15% പേർക്കാണ് പനിയും ചുമയും അല്ല എന്തെങ്കിലുമൊക്കെ വരുന്നത്. അതിൽ തന്നെ 2% പേരാണ് ICU പോയി കിടക്കുന്നത്. അപ്പോൾ എന്താണ്, ആരാണ് ICU കിടക്കുന്നത്, ആരാണ് സിംറ്റം വരുന്നത് എന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ഇഫ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വീക്ക് യു വിൽ ബി ഇൻ ദ ICU. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പോലും ഇത് ബാധിക്കും. കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടിയാൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവും. അതേപോലെ നമ്മുടെ റിപ്രൊഡക്റ്റീവ്, നമ്മുടെ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, കോർട്ടിസോൾ കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം കുറയും. അപ്പം നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും അൾട്ടിമേറ്റ്ലി ആസിഡിറ്റി, സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ആസിഡ് റെഗ്രജിറ്റേഷൻ വരും. ഇതെല്ലാം ബേസിക്കലി വൺ ഓഫ് ദ റീസൺ, ഞാൻ അതുകൊണ്ട് മാത്രം വരുന്ന പറയല്ല, വൺ ഓഫ് ദ റീസൺ ഈസ് ഈ എക്സ്പോഷർ ടു ലൗഡ് സൗണ്ട്സ്. പലരും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെയൊക്കെ അവരുടെ നോക്കിയാൽ കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഒരു ബഹുഭൂരിയം പേഷം ആൾക്കാർക്കും പ്രഷറിൻ്റെ അസുഖമുണ്ട്, ഷുഗറിൻ്റെ അസുഖമുണ്ട്. തിരുവനന്തപുരത്താണ് സ്റ്റഡി ചെയ്ത്, ഇവിടുത്തെ ഞാൻ നോക്കിയിട്ടില്ല. അതെ, ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഉത്സവം വരുമ്പോൾ നാട് വിടുന്ന ഒരു സുഹൃത്തിനെ പറ്റി. ഇതിന് സമാനമായിട്ട് തന്നെ ഞാനും എൻ്റെ ഈ ആറ്റുകാൽ പൊങ്കാല വരുമ്പം അവിടെ ഈ ടൗൺ മുഴുവനും ഓരോ ആലിൻ്റെ മൂട്ടിലും വലിയ ബോക്സിൽ വെച്ചുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരാഴ്ച മൊത്തത്തിൽ ടൂർ പോകുന്ന ഒരുപാട് ഫാമിലീസിനെ നമുക്കറിയാം. അതുപോലെ ഈ ഡോക്ടർ നേരത്തെ ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു 8 കൊല്ലം മുമ്പ് അവിടുത്തെ ഒരു സീനിയർ ലേഡി ജേർണലിസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ കിഴക്കേക്കോട്ടയിലെ നോയ്സ് ലെവൽ മെഷർ ചെയ്തു, 116 ഡെസിബലായിരുന്നു കിഴക്കോട്ട. ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ എക്സ്പോഷർ സൗണ്ട് കേട്ടോണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ കേട്ടത് 116 ഡെസിബലാണ്. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് ദ ഫാൾട്ട് വിത്ത് ദ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഭാരവയല്ല, അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അതിനകത്ത് മൈക്കുമൊന്നും അധികം വെക്കത്തൊന്നുമില്ല. ഇത് ഈ കാശ് സംഘടിപ്പിക്കാൻ വേണ്ടി കുറേ പേര് അവിടെ മുക്കിൽ ഇങ്ങനെ പിരിവെടുത്ത് ചെയ്യുന്നതാണ്. അത് അവർ ക്ഷേത്രക്കാർ വിചാരിച്ചാലൊന്നും ഇതൊന്നും ചെയ്യാൻ നോക്കുന്നില്ല. 85 ഡെസിബലിന് കൂടുതലുള്ള ശബ്ദം ഒരു 10 മണിക്കൂർ കേട്ടാൽ അത് മതി കേൾവിയെ അത് ദോഷകരമായിട്ട് ബാധിക്കാൻ. അതുപോലെ ഈ ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ അടുത്ത് ഈ കൊട്ടാരക്കരയ്ക്ക് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ലാസ്റ്റ് ഒരു 8ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൂജാരി ഈ ക്ഷേത്രത്തിന് അകത്ത് തന്നെയാണ്. 8ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് പൂജാരി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു 2 ദിവസം മുമ്പ്. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പം ഇതിൽ അതുകൊണ്ടാണോ എന്ന് തെളിവൊന്നുമില്ല, എങ്കിലും ഒരു സംശയം പോലെ തോന്നുന്നു. അതൊരു ഫാക്ടറാണ്, അത് മാത്രമാണെന്ന് പറയില്ല. പക്ഷേ ആ ഒരു ടെൻഡൻസി ഉള്ള വ്യക്തിക്ക് ആ അറ്റാക്ക് ആ പർട്ടിക്കുലർ ഡേ വരാനുള്ള കാരണങ്ങൾ ഇത് തന്നെ ആയിരിക്കാം. അതെ, അപ്പം ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതുപോലെ രക്തസമ്മർദ്ദം കൂട്ടുന്നു, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു. ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ പണിക്കാരൊക്കെ ഉണ്ട്, ഉദാഹരണം ടൈൽ പണിക്കാർ, ഇങ്ങനെയുള്ള പണിക്കാർ, അവരുടെ പണിയായുധങ്ങളൊക്കെ പലപ്പോഴും നല്ല സൗണ്ടാണ്. ഇവർ ഈ ഒരു ദിവസം മുഴുവനും ഇത് വെച്ചുകൊണ്ടാണ് ഈ പണിയെടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ ടെക്നോളജിയുടെയും കൂടെ ഒരു അഡാപ്ഷൻ
കൂടുതൽ സൈലൻസറൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ട്? തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ് കേട്ടോ. കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ ഒരു സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടർ ഈസ് സപ്പോസ് ടു ഗിവ് ഹിയർ പ്രൊട്ടക്റ്റഡ് ടു ഓൾ ദ പീപ്പിൾ. അത് നിയമത്തിലുണ്ട്. പക്ഷെ അതാരും ചെയ്യുന്നില്ല. അതാ കൊടുത്താൽ പോലും ഇവർ വെക്കത്തുമില്ല, ഇവരെടുത്ത് ദൂരെ കളയും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ പണി ചെയ്യിപ്പിച്ചപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ അത് ഉപയോഗിക്കത്തില്ല. അവർക്കത് വലിയ പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് അറിയാൻ വയ്യാത്തതാണ്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ അത് എൻഫോഴ്സ് ചെയ്യാൻ ഇവിടെ യാതൊരു ഇതുമില്ല. അതേപോലെ ഒരു കെട്ടിടം കെട്ടുമ്പോഴേ അതിൻ്റെ പൊടികളും അയലത്തുകാർക്ക് തന്നെ എന്ത് ശല്യമായിരിക്കും എന്നറിയാം. പക്ഷേ ഇതൊന്നും നിയമം അനുസരിച്ച് ഇതിനെല്ലാം മെക്കാനിസം ഉണ്ട്. ഈയിടയ്ക്ക് ഞാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ എയർ പൊല്യൂഷൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്. എന്നെയും കൂടെ അത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെക്രട്ടറിമാരാണ്. അപ്പോൾ ഞാൻ ഈ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു നിയമം വരാൻ പോകുന്നുണ്ട്. അതായത് ഇത് ഈ ശരിക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതെല്ലാം നോക്കേണ്ടത്. പക്ഷേ അവർക്ക് ഇതിന് നിന്നിരിക്കാൻ സമയമില്ല, സ്റ്റാഫില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു കെട്ടിടം പണി നടക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അത് കവേർഡായിരിക്കണം. അത് വെളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ഷീറ്റിട്ട് മറയ്ക്കണമെന്നാണ്. അതിൻ്റെ സൗണ്ടോ പൊടിയോ ഒന്നും വെളിയിൽ പോകാൻ പാടില്ല. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. അത് വലിയ കഷ്ടമാണ്. ഡോക്ടർ ഇവിടെ വിശദമായിട്ട് പറഞ്ഞത് ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ശബ്ദമലിനം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുണ്ടാകുന്ന തകരാറുകൾ, മാനസികമായ തകരാറുകൾ, അതേപോലെ ഹൃദയം, രക്തസമ്മർദ്ദം, അതുപോലുള്ള വിവിധ ശാരീരിക പ്രത്യേകതകളാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊരു ആരോഗ്യമുള്ള വ്യക്തിക്ക്. എന്നാൽ ഒരു വീക്കറായിട്ടുള്ളൊരു സെക്ഷൻ, ഉദാഹരണത്തിന് കുട്ടികൾ, അതേപോലെ പ്രായമായ ആൾക്കാർ, അതേപോലെ സ്ത്രീകൾ, ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ, ഗർഭിണികൾ, അപ്പോൾ ഇവർക്കൊക്കെ ഇത് കൂടുതൽ ഗുരുതരമായി ബാധിക്കില്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ? തീർച്ചയായിട്ടും. അതായത് ഈ ഗർഭിണികൾ, അതാണ് ഗർഭം കലക്കി എന്ന് പറഞ്ഞാൽ, അത് ആക്ച്വലി അത് 130-140 ഡെസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അഡ്രീനലിൻ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടും. അത് അഡ്രീനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റയിലുള്ള രക്തക്കുഴലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യും, സർക്കുലേഷൻ കുറയും. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന ഒരു ലെവലിൽ ഇതും കൂടെ വരുമ്പോഴത്തെ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ഓഫ് അബോർഷൻ. സോ എക്സ്പോഷർ ടു വെരി ലൗഡ് സൗണ്ട് ഡെഫിനറ്റ്ലി ക്യാൻ, ഒരു 130 ഡെസിബിളിന് മേളിലുള്ള സൗണ്ടിൻ്റെ എക്സ്പോഷർ അതൊരു അബോർഷന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അഥവാ അബോർഷൻ ഉണ്ടാക്കിയില്ലേ പോലും ഈ കുഞ്ഞിന് കൺജനിറ്റൽ അനോമലി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വല്പ നേരം ഈ രക്തോട്ടം, പ്ലാസൻ്റയിലെ രക്തോട്ടം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് അബ്നോർമാലിറ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ പറയാൻ കാരണം, കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇന്ത്യ, കേരള വാസ് അറൗണ്ട് 31-32, ഇന്ത്യയിൽ അത് 22-23 കണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ സ്ത്രീകളുടെ, ഇന്നല്ല 2016 കണക്കാണ് ഞാൻ പറയുന്നത്, ഈസ് എ ലൈഫ് എക്സ്പെക്റ്റൻസി 79. അമേരിക്ക പോലും 80 ഉള്ളൂ. പുരുഷന്മാരുടേത് 74 ഏകദേശം. അപ്പം ഇത്രയും, അപ്പം ഇനി ഈ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ, അവർ 100-110 വർഷം ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അവർ ഹിയറിങ് ഇല്ലാതിരുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതും കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അത് ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദ ലോങ് ടേം എഫക്റ്റ് ഓഫ് ഹിയറിംഗ് ലോസ്, അതും കൂടെ ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ സർവ്വ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് നീഡ് ഡേറ്റ, ഇൻഫർമേഷൻ. എന്നാലേ അത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് വേണ്ട എക്സ്റ്റേണൽ ഡേറ്റ ഒരു 70%, 65-75, 2/3 വരുന്നത് നമ്മുടെ കാതിൽ കൂടെയുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ആദ്യം വിചാരിക്കും, ഇച്ചിരി കേൾവി കുറഞ്ഞാൽ കുഴപ്പമില്ല, ഇയർഫോൺ വെക്കാമെന്നൊക്കെ പറയും. പക്ഷേ കേൾവി സീരിയസ് ആയിട്ട് കുറയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ഡിറ്റോറിയേറ്റ് ചെയ്യും. ബ്രെയിൻ ഫങ്ഷൻ ഡിറ്റോറിയേറ്റ് ചെയ്താൽ ഓർമ്മശക്തി കുറയും, അതേപോലെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും, ഉറക്കത്തിനെ ബാധിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ അവർ ക്രമേണ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യും. സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലോൺലിനെസ്സാണ്. പിന്നെ അതോടെ ഈവൻ ഡിപ്രഷൻ, മാനസിക പ്രശ്നങ്ങളിലോട്ട് പോകും. പ്രായമുള്ളവർ പ്രത്യേകിച്ച് പലപ്പോഴും ഐസൊലേറ്റഡായി, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ മറ്റ് ഓർഗൻസും കൂടെ അതിൻ്റെ കൂടെ ഡിറ്റോറിയേറ്റ് ചെയ്യും. സോ ആക്ച്വലി കാഴ്ചയും നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ടെങ്കിലും കാഴ്ചയും ഹിയറിങ്ങും നമ്മൾ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ഇരുന്ന് മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്കെല്ലാം ഷുഡ് ബി അവർ എയിം. അല്ലാതെ നമ്മൾ രോഗിയായിട്ട് ദീർഘനാൾ കിടന്ന് ആർക്കും വേണ്ടാതെ ഒന്ന് പറഞ്ഞാൽ കേൾക്കാതെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഐ ബിലോങ് ടു 1970 ബാച്ച് ഓഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇന്ന് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു മീറ്റിംഗ് കൊല്ലത്തായിരുന്നു. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒന്നും കേൾക്കുന്നില്ല. സോ ഹീ കനോട്ട് എൻജോയ് എനിത്തിങ്.
അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ തന്നെ ഇവിടെ അടുത്തുള്ള ഡോക്ടറാണ് ഇവിടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും പോകരുത്, പ്രത്യേകിച്ച് ഇനി വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് തലകറക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ, അതും കാതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ആ തലകറക്കം വരാനുള്ള സാധ്യത ഉള്ളവർക്ക് സൗണ്ട് അധികം കേട്ട് കഴിഞ്ഞാൽ തലകറക്കം ഡെഫിനറ്റായിട്ട് വന്നിരിക്കും. സോ വെർട്ടൈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് പ്രത്യേകിച്ച് മിനിയേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന രോഗമുള്ളവർക്ക് ഹിയറിങ് കുറവായിരിക്കും, പക്ഷേ സൗണ്ട് കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ ആ രോഗം റിപ്പീറ്റഡായിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. അതിന് ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗർഭിണികൾ 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തിനടുത്ത് പോകരുത്, കുട്ടികൾക്ക് ജനിതക തകരാറുണ്ടാകുമെന്ന്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഇവിടെ പറഞ്ഞു, അവർക്ക് പഠനത്തിലുള്ള ഒരു പിന്നാക്കാവസ്ഥയും ഒക്കെ അത് ബാധിക്കും, നിദ്രയെ ബാധിക്കും. അതുമാത്രമല്ല സാറേ, ഈ കുട്ടികളെ ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ ശല്യം അനുഭവിക്കുന്നത് പരീക്ഷക്കാലത്താണ്. ഈ അമ്പലങ്ങളിലെ ഉത്സവങ്ങളെല്ലാം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. അതും ഇപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമ്മുടെ നാട്ടിലിപ്പം 3-4 ക്ഷേത്രങ്ങളൊക്കെയാണ്. അപ്പം കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ഇത് പഠനത്തിന് വലിയതായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത് സത്യം പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കുന്നില്ല. വിശ്വാസികളായ ജനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലൊരു ബോധം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഈ കോമ്പറ്റേറ്റീവ് എക്സാം IAS ഉള്ള എക്സാമിനേഷനിൽ മലയാളികൾ പ്രത്യേകിച്ച് വീക്കാവുന്നതിൻ്റെ ഒരു കാരണം ഈ പരീക്ഷാ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതൊരു വലിയ ഒരു പ്രശ്നമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് നമ്മളെല്ലാം മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യമുള്ള ഇത് ഒരു പബ്ലിക് മൂവ്മെൻ്റായിട്ട് തീർച്ചയായിട്ടും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ മാറും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് രാകേഷ് പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ഇങ്ങനെ ക്രമേണ വരുന്നുണ്ട്. ഓൺലി തിങ് ഈസ് എവരിബഡി ഷുഡ് ബി അവെയർ. ആൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വെൻ ഐ വാസ് കുറച്ച് നാളത്തേക്ക്, ഇപ്പം അതില്ല, വർക്ക് ചെയ്യുന്നില്ല, വെൻ ഐ വാസ് പ്രസിഡൻറ്റ് ഓഫ് ട്രിവാൻഡ്രം IMA, അന്ന് ബിജു പ്രഭാകരായിരുന്നു കളക്ടർ. ഓൾസോ അവിടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അത് എൻഫോഴ്സ് ചെയ്തിരുന്നു. ആൻഡ് വി ഹാഡ് എ കോൾ സെൻറ്റർ ഓൾസോ. കേരളം മുഴുവനുള്ള പ്രശ്നങ്ങൾ, ഈ സൗണ്ടിനുള്ള പ്രശ്നങ്ങൾ ഞങ്ങളവിടെ ട്രിവാൻഡ്രം IMAയിൽ അത് മോണിറ്റർ ചെയ്യും. ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് ടേക്കപ്പ്, ഒന്ന് ആ കൾപ്രിറ്റുമായിട്ട് നേരത്തെ തന്നെ, ഇപ്പോൾ ഒരു പള്ളിയുടെ അച്ഛനാണെങ്കിൽ ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് അത് മാറ്റിച്ചിട്ടുണ്ട്. നമ്മളത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെജോറിറ്റി വിൽ അണ്ടർസ്റ്റാൻഡ്, അത് അവർ മാറ്റും. അത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഓൺലി തിങ് ഇസ് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാത്തതിന് കാരണം അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അത് ഇല്ലാതെ തന്നെ അത് നമ്മളത് മാനേജുമായിരുന്നു. ഇല്ലാത്തത് അന്ന് ബെഹ്റയായിരുന്നു DGP ആയിരുന്നു. ആ DGPയുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേ വിൽ ഗിവ് എ ഡയറക്ഷൻ ടു ദ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ പോയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 3-4 വർഷമായിട്ട് കോവിഡിന് ശേഷം വി കുഡ് നോട്ട് ഫോളോ ഇറ്റ് അപ്പ്. ഈ നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് 112 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പോലീസിൻ്റെ എമർജൻസി റെസ്പോൺസ് സിസ്റ്റമാണ്. 112 വിളിച്ച് പരാതിപ്പെട്ടാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും. ഉടൻ തന്നെ നമ്മുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കും. എവിടെയാണ് ശബ്ദമലിനീകരണത്തിൻ്റെ സ്രോതസ് എന്ന് അവർ അന്വേഷിക്കും. അവരത് ഫോളോ അപ്പ് ചെയ്യും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതവർ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം. അതേപോലെ സ്ഥിരമായിട്ട് ഇത്തരം ശബ്ദശല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവികൾക്ക് മെയിൽ അയക്കാം. SNS ഗ്ലോബൽ തന്നെ ഈ ഒരു വിഷയത്തിൽ നോയ്സ് ദ പൊല്യൂഷൻ എന്ന് പറഞ്ഞ്, സൈലൻസ് ദ നോയ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൽ SNS ഗ്ലോബൽ എൻ്റെ വെബ്സൈറ്റിൽ ചെന്നാൽ ആക്ടിവിസം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ഓപ്ഷൻ വരും. നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടും വെളിപ്പെടുത്താതെയും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇത്തരം സ്രോതസ്സുകളുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സ്രോതസ്സും ഒക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഈ സാറേ കുട്ടികളുടെ കാര്യം, ഈ കുട്ടികൾക്കും ഈ ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നമാണുള്ളത്. കാരണം ഈ കുട്ടികളെ ടൂറ് പോകുന്നൊരു ബസ് തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ അത് ഈ കുട്ടികൾ ടൂറിന് വരുന്നത് തന്നെ ബസ്സിനകത്ത് ഉറക്കനെ പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം. അവർക്ക് സ്ഥലം കാണാനൊന്നും ഒരു താല്പര്യമില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ 4-5 മണിക്കൂർ യാത്രയിൽ വളരെ 100 ഡെസിബിലൊക്കെയുള്ള ശബ്ദത്തിലാണ് ഈ കുട്ടികൾ നിരന്തരം ഇങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും സമയത്ത് പാട്ട് കേട്ടേ പറ്റൂ. അതായത് ഫുൾ ടൈം ബസ്സിൽ ഈ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ശബ്ദമാണ്. അതേപോലെ ഒരു സ്കൂളിലൊരു ഫംഗ്ഷൻ വന്നാൽ ഒരു ക്ലാസ് റൂം അടച്ച് മൊത്തം ഇരുട്ട് അന്തരീക്ഷം ഉണ്ടാക്കി DJ എന്ന് പറഞ്ഞ രീതിയിൽ വലിയ ശബ്ദകോലാഹലങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മുതലേ തുടങ്ങണം നമ്മൾ ഈ ബോധവൽക്കരണ പരിപാടികൾ. അതെ, അത് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകർ ഓൾസോ അവർ പകുതി പേർക്കും വിവരമില്ലെന്നാണ് ഞാൻ സർട്ടിഫിക്കറ്റ് തരാം. കാരണം ഈയിടയ്ക്കാണ് തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രൈവറ്റ് സ്കൂളിൻ്റെ കുട്ടികളെയും കൊണ്ട് അവർ മൈസൂരിൽ പോയി. അന്ന് രാത്രിയിൽ പെൺകുട്ടികളാണ്, ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾ. ഇവരെ കൊണ്ട് പോയത് എവിടെയാണെന്നറിയോ? DJ പാർട്ടി കാണാൻ.
ടീച്ചേഴ്സിന് കാണണം. എന്നിട്ട് അവിടെ വെച്ച് ഒരു കുട്ടി ഫെയിൻറ്റ് ചെയ്ത് വീണു. ആൻഡ് ചൈൽഡ് വാസ് മൈ പേഷ്യൻറ്റ്. തിരിച്ചു വന്ന അവസാനം ഞാൻ പിന്നെ പ്രിൻസിപ്പാളിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, അടുത്ത സ്കൂളുകളിലും പറഞ്ഞു, പിന്നെ മേലെ ഇനി വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഇവരെ കൊണ്ട് DJ പാർട്ടിക്ക് മൈസൂരി സ്റ്റഡി ടൂർ പോകുന്ന DJ പാർട്ടി കാണാനാണ്. ഇതാണ് ഈ വിവരം കെട്ട വാദ്യന്മാർ ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതെന്തായാലും ഈ ഒരു ഇഷ്യൂ വളരെ ആക്ച്വലി വി ഷുഡ് പ്രോബ്ലി ടോക്ക് വിത്ത് ദ ടീച്ചേഴ്സ് അസോസിയേഷൻ. അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അല്ല, കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല, അവർ പോയി ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ കരിക്കുലം കമ്മിറ്റി മെമ്പറും കൂടെയാണ്. സോ ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ്സിൻ്റെ ഇതിനകത്ത് ഇത് ഒരു അധ്യായമായിട്ട് വരുന്നുണ്ട്, ശബ്ദമലിനീകരണം അതിൻ്റെ സൈഡ് എഫക്റ്റുകളും. അത് ഇപ്പോൾ ഓൾറെഡി വരാൻ പോവാണ് അടുത്ത കൊല്ലം. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട ക്ലാസ് നിർബന്ധമായിട്ടും എടുക്കണമെന്നുള്ളൊരു ഉത്തരവും കൂടെ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതേപോലെ സാറേ, ഇത് പറയുമ്പോഴും ഈ 2003 ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് ലഘുലേഖകൾ, ശബ്ദ മലിനീകരണത്തെ പറ്റിയുള്ള ലഘുലേഖനങ്ങൾ നാട്ടിലെങ്ങും വിതരണം ചെയ്യാനും ബോധവൽക്കരണ ക്ലാസ്സുകൾ നാട്ടുകാർക്ക് എടുക്കാനും ഒക്കെ ആയിട്ട് പഞ്ചായത്തുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഉത്തരവിലൂടെ. പക്ഷേ ഒരു പഞ്ചായത്ത് പോലും ഇതുവരെ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ ഭയക്കുന്ന ശക്തികളെ ആയിരിക്കാം. ഇത് ഈ പലപ്പോഴും ഇതിലൊരു ആരാധനാലയം കടന്നു വരുന്നതുകൊണ്ടാണ് പലർക്കും ഒരു പരാതിപ്പെടാൻ മടി വരുന്നത്. പക്ഷേ ഇത് ഒരു തരത്തിലും മതവിശ്വാസത്തെ ഹാനിക്കുന്ന ഒന്നല്ല. മതവിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആചാരപരമായ ലൗഡ് സ്പീക്കറും മതാചാരങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആചാരങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഈ ശബ്ദമലിനീകരണം എത്രത്തോളം ഓരോ വിശ്വാസികളായ മനുഷ്യർക്കും ഈ അമ്പലങ്ങൾക്കൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്ന് ഡോക്ടറോട് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ബോധം സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാകാൻ നമ്മൾ കൂടുതൽ ഇത്തരം പ്രയത്നങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ സാർ? ഇതിനിപ്പം ഈ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ആക്ച്വലി അതിലോട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് ഇവിടുന്ന് ഒരു ഫർലാങ് അപ്പുറത്തേ ഉള്ളൂ. ഈ 50കളിലും 60കളിലും കൊട്ടാരക്കരയിൽ ഒരേ ഒരു ലൗഡ് സ്പീക്കർ, മിനോറ തിയേറ്ററിൻ്റെ ലൗഡ് സ്പീക്കർ, വൈകിട്ട് സന്ധ്യയ്ക്ക് ഒരു പാട്ട് വെക്കും. അത് വളരെ ആസ്വാദകരമായ പാട്ടാണ്, അധികം സൗണ്ടൊന്നും ഇല്ല, അത് നമുക്ക് കേൾക്കാം. പക്ഷേ ഈ ഒരൊറ്റ ആരാധനാലയങ്ങളിലും ഒരു ലൗഡ് സ്പീക്കറല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 20-25 കൊല്ലമായിട്ടാണ് ദ സ്മാളർ ദ വർഷിപ്പ് പ്ലേസ് ദ ലൗഡർ ദ സൗണ്ട്. ഇവിടെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലമായ പത്മനാഭസ്വാമി ടെമ്പിളിൽ ഒരു ലൗഡ് സ്പീക്കറേ ഇല്ല. നേരെ മറിച്ച് ഒരു ആലിൻ്റെ മൂട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു 10 ലൗഡ് സ്പീക്കർ വെച്ചിരിക്കും. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. സോ അത് നമ്മൾ ഡെഫിനറ്റ്ലി അത് മാറണം. അത് കുറച്ച് പേരാണ് ഓരോ സ്ഥലത്തും കുറച്ചൊരു മൂവ്മെൻറ്റ്, പീപ്പിൾ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്രമേണ മാറുമെന്നാണ്. അത് അവർക്കും അറിയാം. ഇതൊക്കെ കുറേയൊക്കെ ചുറ്റുപാടും താമസിക്കുന്നവരെ അത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും അവരുടെയും ആരോഗ്യ പ്രശ്നമാണ്. ഈ പ്രത്യേകിച്ച് ഈ ലൗഡ് സ്പീക്കറൊക്കെ മാനേജ് ചെയ്യുന്ന കുട്ടികൾ, അവരും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. അവിടെ പാട്ട് ഭയങ്കര സൗണ്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് ഇത് പറഞ്ഞു. അപ്പോൾ അവൻ അത് കുറച്ചു. നമ്മളത് പറയാത്തതുകൊണ്ടാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഡാമേജ് നമ്മൾ വല്ലപ്പോഴും ഒന്ന് കേൾക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ലൗഡ് സ്പീക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് നമ്മളെല്ലാം അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ, ഇതൊക്കെ ആണെങ്കിലും നമ്മൾ സ്മോക്കിംഗ്, ഇപ്പോൾ കുറേ ക്യാമ്പയിനൊക്കെ സ്മോക്കിംഗ് ദോഷമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഡിസിഷൻ വന്നു, ഗവൺമെൻറ്റും കൂടെ എൻഫോഴ്സ് ചെയ്യുമ്പോഴേ അത് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പബ്ലിക് എല്ലാം ഇത് അറിയാം, പക്ഷേ എ പാർട്ട് ഹാസ് ടു കം ഫ്രം ദി അഡ്മിനിസ്ട്രേഷൻ. അതിപ്പോഴീ പറഞ്ഞ പോലെ അവർക്ക് കുറവാണ്. കാരണം അവരുടെ പ്രയോറിറ്റിയിൽ ഇതൊന്നും വരുന്നില്ല. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മറ്റു ചിലതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം. അത് ബട്ട് ഈഫ് ഇതേപോലുള്ള നമ്മുടെ ഓർഗനൈസേഷൻസൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതൊരു വലിയൊരു മൂവ്മെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഫോളോ ദ സ്ട്രിക്റ്റ് റൂൾസ്. ഈ അവയർനെസ് ക്ലാസ് ഇപ്പോൾ നടത്തുന്നുണ്ട്, ഈ പോലീസ് മേധാവികൾ നടത്തുന്നുണ്ട്. മൈക്ക് ഓപ്പറേറ്റേഴ്സിന് അതേപോലെ ഈ ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് 10,000 രൂപ പിഴ നൽകാൻ ട്രൈബ്യൂണലിൻ്റെ ഒരു വിധിയുണ്ട്. അപ്പോൾ മൈക്ക് ഓപ്പറേറ്റേഴ്സ് അത് കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങളെ സംഘാടകർ നിങ്ങളെ പലതും പറഞ്ഞ് ശബ്ദം കൂട്ടി വയ്ക്കാനൊക്കെ പ്രോത്സാഹിക്കും. പക്ഷേ എൻ്റെ വിക്റ്റിമാവുന്നത് അവർ തന്നെയാണ്. അതുപോലെ ഈ മുസ്ലിം പള്ളികൾ 5 നേരവും കോളാമ്പി വെച്ചാണ്, നിരോധിച്ച കോളാമ്പി വെച്ചാണ് ഈ ശബ്ദമലിനീകരണം നടത്തുന്നത്. അതും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബാങ്കുവിളി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഫുൾ പ്രെയറാണ് വരുന്നത്. 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാണും. അതും വെളുപ്പിനെ 4:30 5:00 ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളെ പറ്റിയുള്ള അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായും. ഈ പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് ഈ കുറ്റക്കാർക്ക് 5 വർഷം തടവാണ്, അല്ലേ സാർ? 5 വർഷം തടവല്ലേ? 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വരെ ലഭിക്കാവുന്നൊരു കുറ്റമാണിത്.
അപ്പോൾ നമുക്ക് നാട്ടിൽ ഇപ്പം നമ്മുടെ എസൻസ് തന്നെ ഈ പ്രോഗ്രാം നടത്തുന്നത് തന്നെ ഈ ചെറിയ ഹാളിൽ ഇവിടെ ഉള്ളവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ശബ്ദത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതുപോലെ എസൻസ് ലിറ്റ്മസ് എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അതൊരു വലിയൊരു ഹോളിനകത്താണ് നടക്കുന്നത്. ആ ഹോളിന് വെളിയിൽ നിന്നാൽ പോലും അകത്ത് പരിപാടിയുടെ ശബ്ദം കേൾക്കില്ല. ആ ഗേറ്റിന് പുറത്ത് നിന്നാൽ ഇതിനകത്ത് എന്താ പരിപാടി നടക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മളൊരിക്കലും പരിപാടി നടത്തുന്നതിനോ കലാകാരന്മാർക്കൊന്നും എതിരല്ല. കലാകാരന്മാരും കലാ ആസ്വാദനവും കലാപരിപാടികളും ഒക്കെ നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. പക്ഷേ ഓഡിറ്റോറിയത്തിനുള്ളിൽ വേണം പരിപാടി നടത്താൻ. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം എന്നുള്ളതാണ്. ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ അത്തരം പരിപാടികൾ ഒരുങ്ങുക, അന്യൻ്റെ ചെവികളിലേക്ക് നിങ്ങളുടെ ശബ്ദം അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സിവിക് സെൻസാണ്, ആ ഒരു പൗരബോധമാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഈ വിഷയത്തിൽ, അല്ലേ സാർ? അതെ. ഈ പ്രത്യേകിച്ച് ഈ അമിത ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കേൾവി ഒന്ന് ചെക്ക് ചെയ്യണം. പലപ്പോഴും അവർ പാർഷ്യൽ ഹിയറിംഗ് ലോസ് ആണ്. പ്രത്യേകിച്ച് ഈ മൈക്ക് ഓപ്പറേറ്റർ അവർ വിചാരിക്കുന്ന മറ്റൊരാരും കേൾക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ ആൾക്കാർ കേൾക്കുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക. അതാണ് അതിൻ്റെ സേഫ് സൗണ്ട് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം മാത്രമല്ല ഇതൊന്നും വെളിപ്പോകാൻ പാടില്ല, ഒരു ശബ്ദവും വെളിപ്പോകാൻ പാടില്ല. സാറേ, ഈ ഉയർന്ന ശബ്ദമേ ഈ വൃദ്ധരായ ജനങ്ങളുടെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ പരാമർശിച്ചില്ല. ഞാൻ പറഞ്ഞു, ഈ ഓൾറെഡി ഈ പ്രായമായിട്ട് വരുന്ന കേൾവിക്കുറവ് പ്രധാന കാരണങ്ങളിൽ പ്രസ്ബിക്യൂസിസ് എന്ന് പറയും. ഓൾഡ് ഏജ് ഡെഫ്നസ് ഇല്ലേ, അതിൻ്റെ നമ്പർ 1 റീസൺ നോയ്സ് എക്സ്പോഷറാണ്. അതുകൂടാതെ പ്രായമായവർക്ക് തലകറക്കം, ഞാൻ അതായത് പറയാൻ കാരണം തലകറക്കത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ നോയ്സ് എക്സ്പോഷറാണ്. അതെ. അപ്പം ഈ ശബ്ദമലിനീകരണ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ, ഗർഭിണികളെ, അതേപോലെ വൃദ്ധരായ ജനങ്ങളെ? ഇതൊക്കെ ഒരു കാര്യം കൂടെ, നമ്മളെല്ലാം വിചാരിക്കും കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ ഇയർഫോൺ വെച്ചെല്ലാം കറക്റ്റ് ചെയ്യാം. നോ, ഇയർഫോണിനെ വെച്ച് എന്ത് വെച്ച് കഴിഞ്ഞാലും നാച്ചുറൽ ഹിയറിംഗ് കിട്ടത്തില്ല. അതും ഞാൻ എത്രയോ പേർക്ക് ഹിയറിങ്ങോട് എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് വിൽ നെവർ ബി ദ നാച്ചുറൽ ഹിയറിംഗ്. നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന സൗണ്ട് അല്ല ഇയർഫോണിൽ കൂടെ കിട്ടുന്നത്. അതുമല്ല, ഒരു ലെവൽ കഴിഞ്ഞാൽ ഇയർഫോൺ എഫക്റ്റീവും ആയിരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ശബ്ദമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ വിശദമായി സംസാരിച്ചത്. ഈ ശബ്ദമലിനീകരണം എന്ന ഈ ഒരു വിപത്തിനെ തടയുവാൻ ഇത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഏതൊരു വിപത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ദോഷമായ കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നിയമങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യം പോലെ സമൂഹത്തിൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ മതസ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനോട് എതിരെയുള്ള പ്രവർത്തനങ്ങളും വളരെ മന്ദഗതിയിലാകാനാണ് സാധ്യത. ഇപ്പം ഈ ആക്ടിൻ്റെ കാര്യം തന്നെ 25 വർഷം പഴക്കമുള്ള ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായും ഈ ഒരു മാറ്റം ഉണ്ടാകാൻ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം എല്ലാവർക്കും ഉണ്ടാവുക. 2, ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാവുക. 3-മത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതോടൊപ്പം നിങ്ങൾ എവിടെ ഈ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കണ്ടാലും ഉടൻ നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. 112 എന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ നിങ്ങൾ പറയുക, അത്രമാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ള ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം എന്ന് പോലുമില്ല. 112 വിളിച്ച് ഇന്നൊരിടത്ത് ഇന്നൊരു ക്രൈം നടക്കുന്നുണ്ട്, നിങ്ങൾ പരാതിപ്പെടുകയല്ല. നമ്മളൊരാളെ ഒരു അടി നടക്കുന്നു അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു, അത് കണ്ട് പോലീസിന് പരാതിപ്പെടേണ്ട കാര്യമില്ല. അവിടെ ആ ക്രൈം നടക്കുന്നു എന്ന് പോലീസിനെ ഇൻഫോം ചെയ്താൽ മതി, പോലീസ് അത് കേസെടുത്തോളും. നിങ്ങൾ പരാതിപ്പെടുകയല്ല, നിങ്ങളത് പോലീസിനോട് ഇൻഫോം ചെയ്യുകയാണ്. 112 വിളിക്കുക, കാര്യം പറയുക, ഉടൻ തന്നെ അതിന് നടപടി ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണവും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാടുണ്ടായാൽ തീർച്ചയായും ഒരു വിദൂര ഭാവിയിലെങ്കിലും ഈ ഒരു വിപത്തിൽ നിന്നും നമ്മുടെ നാട് രക്ഷ നേടും എന്ന പ്രത്യാശയോടുകൂടി ഇത്രയും കാര്യങ്ങൾ വിവരിച്ചതിന് നന്ദി ഡോക്ടർ.